السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. നിങ്ങൾ നക്ഷത്രങ്ങളെ ആസ്വദിച്ചോളൂ, പക്ഷേ അതിനെ മറച്ചു കളയുന്ന ഇരുട്ടിനെ നിങ്ങൾ ഒരിക്കലും വിസ്മരിക്കരുത്. സാഹിത്യോത്സവിൻ്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ സൈബർ സുരക്ഷയും കുട്ടികളും അപകടങ്ങളും മുൻകരുതലുകളും എന്ന വിഷയത്തെ ആധാരമാക്കി ഞാൻ അല്പം സംസാരിക്കാം. ആധുനിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും ലോകം വിപ്ലവകരമായിട്ടുള്ള വികസനം നമ്മുടെ ജീവിതത്തെ സുതാര്യവും സുഖകരവുമാക്കുന്നതിനിടെ നമ്മുടെ ആശയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഡാറ്റകളും കട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ആധുനിക ലോകം എന്നുള്ളത്. നമ്മുടെ മുൻപിലുള്ള സ്ക്രീനിൽ ഒരു ക്ലിക്കിൽ നമ്മുടെ മുൻപിൽ പുതിയ അധ്യായങ്ങൾ തുറക്കുകയാണെങ്കിൽ അതിനപ്പുറത്ത് ആഴമേറിയ വാരിക്കുഴികളും തുറക്കപ്പെടുന്നുണ്ട്. IIMOയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ 5 മുതൽ 15 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളിൽ 74% പേർക്കും ഡിജിറ്റൽ ഉപകരണങ്ങളിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കണക്കുകൾ. താളിയോലകളിൽ നിന്നും പരിണമിച്ച് ഗുട്ടൻസ്ബർഗിൻ്റെ പ്രിൻറ്റിംഗ് മെഷീനിലൂടെ കടന്നു വന്ന് ഒടുവിൽ ക്ലൗഡ് പ്ലാറ്റ്ഫോമുകളിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ. ഇവിടെയാണ് കുട്ടികൾ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്ക് വേണ്ടി ആധുനികവൽക്കരിക്കപ്പെടുന്ന ഡിജിറ്റൽ പഠനത്തെ ഉപയോഗിക്കുമ്പോൾ അതിന് പിന്നിൽ മറഞ്ഞു കിടക്കുന്ന സാങ്കേതിക വിദ്യയുടെ വാരിക്കുഴികളിൽ അവർ എത്രത്തോളം അകപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്ത നാം ഓർക്കേണ്ടിയിരിക്കുന്നത്. സൈബർ ബുള്ളിയിങ്, ഓൺലൈൻ ഗ്രൂമിംഗ്, ബ്ലാക്ക് മെയിൽ, പേഴ്സണൽ ഡാറ്റ ചീറ്റിംഗ് തുടങ്ങിയ പല പേരുകളിലും അപകടങ്ങൾ നമ്മുടെ മുൻപിൽ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. സൈബർ സെൽ ഇന്ത്യയുടെ കണക്ക് പ്രകാരം 2024 മാത്രം ഇന്ത്യയിൽ നിന്നും നഷ്ടപ്പെട്ടത് 22,845 കോടി രൂപയാണ്. അഥവാ 2023 കണക്കുകളേക്കാൾ 206% വർധനവ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വർഷാവർഷം രാജ്യത്ത് 32% വിദ്യാർത്ഥികളുടെ മേലിലാണ് സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ 2023 കേരള സൈബർ സെല്ലിൻ്റെ റിപ്പോർട്ട് പ്രകാരം കോവിഡാനന്തര കേരളത്തിൽ കുട്ടികൾക്ക് നേരെയുള്ള സൈബർ ആക്രമണങ്ങളും സൈബർ ബുള്ളിയിങ്ങും ഇരട്ടിയോളം വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2023 കേരളത്തിലെ പൗരന്മാർക്ക് നഷ്ടപ്പെട്ടത് 210 കോടി രൂപയാണെങ്കിൽ അത് 2024 ആകുമ്പോഴേക്കും 698 എന്നുള്ള 300%-നേക്കാൾ വലിയ വർധനവ് ആ ഒരു കണക്കുകൾ കൈവരിക്കുന്നത് എത്രത്തോളം സങ്കടകരമായിട്ടുള്ള വസ്തുതയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് I4Cയുടെ 2024 ഏറ്റവും നല്ല സൈബർ പോലീസിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള, സൈബർ സെല്ലിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ള സംസ്ഥാനം കൂടിയായിരുന്നു നമ്മുടെ കേരളം എന്നുള്ളതാണ്. ഇവിടെയാണ് PDFSൻ്റെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 95.3% സാക്ഷരത കൈവരിച്ചിട്ടുള്ള കേരളത്തിൽ ഇത്രത്തോളം അപകടങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് മുൻകരുതലിൻ്റെ മാർഗങ്ങളെപ്പറ്റി നാം ചിന്തിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നത്. ഇവിടെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. നമ്മുടെ രാജ്യത്ത് ഇതിനു വേണ്ടിയുള്ള നിയമങ്ങൾ നിലവിലില്ലേ? ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഉത്തരം. 2000 IT അമെൻമെൻറ്റ് ആക്റ്റും 2012 പോസ്കോ നിയമങ്ങളും 2023 പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് തുടങ്ങിയ പല നിയമങ്ങളും ഇന്ത്യയിൽ വ്യവസ്ഥയിലുണ്ട്. പക്ഷേ അതിൻ്റെ പ്രായോഗിക തലം, ക്രിയാത്മക തലം എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ ചില കണക്കുകളെ നമുക്ക് ഉത്തരങ്ങളായി സൂചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒന്നാണ് വിദ്യാർത്ഥികൾക്ക് നൽകാവുന്ന ബോധവൽക്കരണം എന്നുള്ളത്. യുണിസെഫിൻ്റെ കണക്ക് പ്രകാരം വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ സൈബർ ആക്രമണങ്ങളെ പറ്റിയിട്ടുള്ള അപകടങ്ങൾ 40% വരെ കുറക്കാൻ സാധിക്കും എന്നുള്ളത് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ അടുത്തിടെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരു വാർത്ത വായിക്കുകയുണ്ടായി. ഡൽഹിയിലെ പാഠശാലകളിൽ
അസംബ്ലിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് സൈബർ അറ്റാക്കിനെ കുറിച്ച് അതിൻ്റെ അപകടങ്ങളെ പറ്റി ക്ലാസ് എടുത്തു കൊടുക്കുകയും എങ്ങനെ പാസ്വേഡ് ഉണ്ടാക്കണം, അതിനെങ്ങനെ സൂക്ഷിക്കണമെന്ന് 4 ക്ലാസ്സും എല്ലാം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. ഇതെല്ലാം നമ്മുടെ സംസ്ഥാനങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലും തീർച്ചയായും സ്വീകാര്യാർഹവും മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത്തരത്തിലുള്ള ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങളെ രാജ്യവും ഗവൺമെൻറ്റും അധികാരികളും തീർച്ചയായും ഉത്ബോധനം ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ ഇവിടെ ഭരണഘടനയെ മാറ്റം തിരുത്തലുകൾ വരുത്തലല്ല, അല്ലെങ്കിൽ ലഹരികൾക്ക് കൈക്കൂലികൾ നൽകലല്ല വികസനം എന്നുള്ളതിൽ നിന്നും നാം മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് സൈബർ ലോകത്ത് പൂക്കൾ വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ശുഭാപ്തി വിശ്വാസം കൈക്കൊണ്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.